നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൌജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിതു നൽകാമെന്ന് അറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. ആദ്യഘട്ടത്തിൽ 19 ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയെ വെണ്ടറായി ചുമതല നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഗുണഭോക്താക്കളെ വിളിച്ച് 1 ലക്ഷം മുതൽ 1,60,000 രൂപ വരെ ഇവരുടെ പേരിൽ CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ചു. ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഈ പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. ഞങ്ങളോട് നേരിട്ട് ജില്ലാ മിഷനിലേക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിലയിലേക്ക് ഓഫീസ്മാൻ വരുന്നുണ്ട്, ആളെ നേരിട്ട് പോയി കാണാം, പ്രസിഡന്റും കൂടെ വരാം, എന്നിട്ട് അവരെ പരാതി കൊടുക്കാന്നാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിന്റെ മേലെ മറ്റേ സൊസൈറ്റി നടപടികളൊന്നും സ്വീകരിക്കില്ല, ഞങ്ങള് നോക്കിക്കോളാന്നാണ് ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ബാധ്യതയായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള പാകം ഞങ്ങളുടെ ഇല്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് തൊഴിലിന് അപേക്ഷ വയ്ക്കലും എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെയാണ് പദ്ധതി ഞങ്ങളെ വീട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും കൂടി കൈമാറിയിട്ടുണ്ടെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ മറ്റേ ഉത്തരത്തിലായ ചുമതല നിർവഹണത്തിന് ഞങ്ങള്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. ബാങ്കിൽ നിന്നും യാതൊരുവിധ ബാധ്യതയും ഗുണഭോക്താക്കൾക്ക് വരില്ലെന്നും തുക പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ തരാം, കൂടി 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് ഞങ്ങൾക്ക് ലോണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏലക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി 1.60 ഞങ്ങൾക്ക് തൊഴുത്തിനും ആട്ടുംകൂടിനും വേറെ ഓരോന്നിനും ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പാസ്സാക്കി പണി കഴിച്ചു തന്നു. പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രതികരണം കിട്ടിയില്ല. ഗ്രാമസഭയ്ക്കും പഞ്ചായത്തിലും ഓരോരുത്തർക്കും തൊഴിലുറപ്പ് അവർക്കും ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വരും, അടുത്ത് വരും, ഇപ്പോൾ വരും, നാളെ വരും വേണ്ടി ഞങ്ങളെ കളിപ്പിച്ച് വിട്ടു. ബാങ്കുകാർ നിങ്ങളോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. എന്നോടാ ബാങ്കുകാർ ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. ബാങ്കുകാർ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾക്ക് ഇന്നലെയാണ് ഞങ്ങൾക്ക് ബാങ്ക് നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. എനിക്ക് 1,60,000 രൂപ തൊഴിലിന് പാസ്സാക്കിയത്. അതിൽ 2,17,000 അടിക്കണം, 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. പ്രസിഡന്റ് അറിയാതെ ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് അറിഞ്ഞില്ലേ ചോദിച്ചു പറയുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രസിഡന്റ് മസോ അടിക്കാതെ പണിത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം മസോ അടിക്കേണ്ടത് എവിടുന്നാ വെച്ചു? ഞങ്ങളാണോ തൊഴിലാളികളാണോ മസോ അടിക്കേണ്ടത്? പ്രസിഡന്റ് പഞ്ചായത്തിനല്ലേ പ്രസിഡന്റ് ഉണ്ട്. അത് 3 കൊല്ലമായി. 3 കൊല്ലം വന്നപ്പോൾ ആ ബാങ്കുകാരിൽ കടലാസ് ഞാൻ കഴിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു കടലാസും വന്നിട്ടില്ല. ഞങ്ങൾ എന്ത് പ്രതികരിക്കണം? ഇവരോട് പറഞ്ഞാൽ ഇവരൊരു രേഖയില്ലാതെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ? പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുകൂടും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ഇപ്പോ ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. ഇന്ന് അവർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. 3 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പദ്ധതിയിൽ പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിയിലേക്ക് തള്ളിവിട്ട പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇതിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ
പഞ്ചായത്തിൽ പരാതി നൽകി. വടക്കേക്കാട് വയലേരി പീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ പ്രധാന പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് ചമ്മന്നൂർ സ്വദേശി മുണ്ടാറയിൽ 28 വയസ്സുള്ള ഷിഫാനെയാണ് മഞ്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 3 വൈകിട്ട് വടക്കേക്കാട് നാലാങ്കല്ല് ഭാഗത്തു വെച്ചാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കല്ലിങ്ങൽ സ്വദേശികളായ തോട്ട്പുറത്ത് പ്രണവ്, റെനിൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. വടക്കേക്കാട് ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന രണ്ടുപേരെയും ബൈക്കിലെത്തിയ ഷിഫാനും സംഘവും ഓട്ടോ തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല. വടക്കേക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത്. പോലീസിനെ ആക്രമിച്ച കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട ഷിഫാൻ. മഞ്ചേരിയിലുണ്ടെന്ന രഹസ്യവിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേരെയും കൂടി പിടികൂടാനുണ്ട്. SI മാരായ ഗോപി, സാബു, സീനിയർ CPO രതീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരനായ യുവാവിന് സാരമായി പരിക്കേറ്റു. ചിറമനേങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദിനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപത്ത് വ്യാഴാഴ്ച രാത്രി 9:45-നായിരുന്നു അപകടം. റോഡിന് കുറുകെ ഓടിവന്ന പന്നി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ ഇർഷാദിന് തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. പരിക്കേറ്റ ഇയാളെ SKSSF ആംബുലൻസിൽ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുമിറ്റക്കോട് അഖിലാണം മഠത്തിൽ പുഷ്പകത്ത് വാസുദേവൻ എന്ന കലാമണ്ഡലം വാസുദേവൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. പരേതനായ കേശവൻ നമ്പീശന്റെയും സാവിത്രി ബ്രാഹ്മണിയമ്മയുടെയും മകനാണ്. നടൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ, നൃത്താധ്യാപകൻ, മൃദംഗവാദകൻ, നന്മ കലാകാരന്മാരുടെ സംഘടനയുടെ ജില്ലാ ഭാരവാഹി, ക്ഷേത്രകലാ അക്കാദമിയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കലാജീവിതത്തിനിടയിൽ സംഗീത നാടക അക്കാദമി അവാർഡ്, ഫോക്ലോർ അക്കാദമി അവാർഡ്, പുഷ്പകശ്രീ അവാർഡ് തുടങ്ങി 50-ലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗിരിജ ഭാര്യയും വൈശാഖ്, വരുണ എന്നിവർ മക്കളുമാണ്. പരേതനായ ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ, ഹരിദാസൻ, നാരായണൻ, ശ്രീദേവി, ഗീത എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ചങ്ങാടം റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞു. സംയോജിതമായ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. എറണാകുളത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കിടയിൽ വഴി അറിയാതെ പാടത്തേക്ക് പോവുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വാഹനവും വാഹനത്തിലുണ്ടായിരുന്നവരെയും രക്ഷപ്പെടുത്തി. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ പോസ്റ്റിലിടിച്ച് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വുമൺസ് എംപവർമെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി കടവല്ലൂരിന്റെയും അൻസാർ വുമൺസ് കോളേജ് വുമൺസ് എംപവർമെന്റ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. 6 ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ കഥ പറഞ്ഞ പ്രശസ്ത എഴുത്തുകാരി സുധാ മേനോൻ രചിച്ച ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വുമൺസ് എംപവർമെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സ്മിത മുരളി അധ്യക്ഷയായി. എഴുത്തുകാരിയും എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ കൌൺസിലറുമായ സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. അൻസാർ വുമൺസ് കോളേജ് പ്രിൻസിപ്പൽ ഫരീദ, അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രീഷ്മ, വുമൺസ് എംപവർമെന്റ് സെൽ കോർഡിനേറ്റർ സ്നേഹ, സൊസൈറ്റി ഭാരവാഹികളായ ബിനി സുഭാഷ്, ഷാഹിദ സുലൈമാൻ, ജസീല എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വായനശാല പ്രസിഡന്റ് KT ഷാജന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണത്തിൽ മാർത്തോമ LP സ്കൂൾ പ്രധാന അധ്യാപകൻ ലൈനു മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവന വായന ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. വനിതാവേദി പ്രസിഡന്റ് ഗീതാമണി, ലൈബ്രറി സെക്രട്ടറി ഷാജി K ജോർജ്, ലൈബ്രറിയൻ KC പ്രീതി എന്നിവർ നേതൃത്വം നൽകി. പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു.
നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ആദൂർ കല്ലഴി വളപ്പിൽ സമീഹയെ കുന്നംകുളം ഫിഷ് മാർക്കറ്റ് INTUC യൂണിയൻ അനുമോദിച്ചു. അറബിക് കഥാരചന, ഉപന്യാസം, തർജ്ജമ എന്നിവയിൽ സംസ്ഥാനതലത്തിൽ സമ്മാനങ്ങൾ സമീഹ നേടിയിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് K. ജയശങ്കർ മൊമന്റോ സമ്മാനിച്ചു. യൂണിയൻ അംഗവും മേലൂർ 1-ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റുമായ KK സുലൈമാൻ സക്കീന ദമ്പതികളുടെ മകളാണ് നസീഹ. യൂണിയൻ സെക്രട്ടറി MM സലീം, പൂൾ ലീഡർ PP ഷക്കീർ, PM നിസാർ, KK തൗഫീഖ് എന്നിവർ പങ്കെടുത്തു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസംബ്ലിയിൽ പുസ്തക പരിചയവും PN പണിക്കർ അനുസ്മരണവും നടത്തി. എന്റെ വിദ്യാലയത്തിനൊരു പുസ്തകം പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ അധ്യാപകർ ഏറ്റുവാങ്ങി. കുട്ടികൾക്കായി ക്വിസ് മത്സരം, വായനാ മത്സരം, പോസ്റ്റർ പ്രദർശനം, പുസ്തക പ്രദർശനവും ഉണ്ടായിരുന്നു. വായനാ വാര സമാപനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് അധ്യാപകരായ വിൻസി, സിസി, ജോസ്, ഫ്ലമി, ജോളി എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ മാസാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപക പരിശീലകനുമായ Dr. VC ബിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ശ്രീജ ഭായ്, SMC ചെയർമാൻ TG കണ്ണൻ, വിദ്യാരംഗം കൺവീനർ ഷാരിക, അധ്യാപക പ്രതിനിധി ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. PT ജോസഫ്, VC ബിനോജ്, സുമന സുഗതൻ, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, TK ശിവൻ, OS മനോജ്, NB ബിജു, NM മിഥുൻ, സ്വപ്ന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.